ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഇതിൻ്റെ ടൈം ഒരു സ്നാക്കിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ സ്വീറ്റിൻ്റെ റെസിപ്പി കാണിച്ചിട്ടില്ലേ. അപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ റെസിപ്പി ഷെയർ ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിന്. ആ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. അപ്പം റെസിപ്പി മുഴുവനായിട്ട് എന്നെ കണ്ടോക്കാം. അപ്പോൾ ഈ ഒരു സ്വീറ്റ് റെഡിയാക്കാൻ വേണ്ടിക്ക് ഞാനിതാ പഫ് പേസ്ട്രി ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിപ്പം ഞാൻ ഓവൻ്റെ ട്രയലിലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കലാണ്. പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിക്കാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ കട്ടാക്കി കിട്ടാൻ വേണ്ടിക്കാണ്. ഇത് നിർബന്ധമൊന്നുമില്ല, എന്നാലും ഇത് ചെയ്തതിനാൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ എന്താ പറയുക ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിലും ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ പഫ് പേസ്ട്രി ഷീറ്റിലെ ഒരു അരമണിക്കൂർ മുമ്പേ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്തിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിക്ക്. അപ്പോൾ ഇതാ മൊത്തത്തിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഓവനിൽ ഒരു 200 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുക്കുമ്പോൾ തന്നെ കുക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വെച്ച് കൊടുക്കലാണ്. ഇനിയിപ്പോൾ ഇതിനുള്ളിലുള്ള ക്രീമും റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് ഇതാ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. നമ്മൾ 3 സ്വീറ്റിലോ റെഡിയാക്കുന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് പാൽ മതി. ഒരു 5 എണ്ണലാണെങ്കിൽ എന്താ പറയുക 1 കപ്പ് പാൽ വേണം. 250 ml കപ്പിലാണ്. ഇനി ഇതാ ഇതിലേക്കില്ലേ ക്രീം ചീസ് വേണം. ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ അടിപൊളിയായിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 1 ടേബിൾ സ്പൂൺ ക്രീം ചീസും 1 ടേബിൾ സ്പൂൺ തന്നെ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി മിക്സ് ആക്കിയിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പം ഇത് ഹൈ ഫ്ലെയിമിൽ ഒന്ന് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. ഇതിലേക്കില്ലേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം, കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നില്ല, കാര്യം ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടാണ് ഇത് സെർവ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു തിക്കായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക. കുറച്ച് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാ ആ ഒരു ടൈമിൽ നമ്മുടെ പഫ് പേസ്ട്രി ഷീറ്റെല്ലാം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിനുള്ളിൽ ആ ഒരു ക്രീമെല്ലാം ഫിൽ ചെയ്തിട്ട് റെഡിയാക്കിയെടുക്കാം. ഇനിയിപ്പില്ലേ ബാക്കി ഭാഗം ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ വീഡിയോയിൽ ഞാൻ ഷൂട്ട് ചെയ്ത ഭാഗങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത്. കാര്യം ആ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇത് വീണ്ടും ഷൂട്ട് ചെയ്തിട്ട് പണിയാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പഫ് പേസ്ട്രി ഷീറ്റെല്ലാം ഒന്ന് കുക്കാക്കി എടുത്തില്ലേ. അപ്പം ബട്ടർ അല്ലാന്നുണ്ടെങ്കിൽ ഗീ ഉള്ളിൽ ബ്രഷ് ചെയ്ത് കൊടുത്തോണ്ട് തന്നെ പെട്ടെന്ന് ഇതുപോലെ രണ്ടായിട്ട് എന്താ പറയുക വിട്ട് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്കില്ലേ നമുക്ക് ആ ഒരു ക്രീം ഫിൽ ചെയ്ത് കൊടുക്കാം. കുറച്ചധികം തന്നെ ഫില്ലാക്കി കൊടുക്കുക. പിന്നിൽ ഇത് ഈ ഒരു ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കണമെന്നില്ല, സ്ക്വയറായിട്ട് ചെറുതായിട്ട് കട്ടാക്കിയിട്ടെല്ലാം ചെയ്തെടുക്കുക. അടിപൊളിയായിരിക്കും. ഉള്ളിലായിട്ട് കുറച്ച് എന്താ പറയുക ബട്ടറോ ഗീയോ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മതി. നമ്മൾ കുക്ക് ചെയ്യും മുമ്പേ. ഇനിയിപ്പോൾ ഇതാ ഇതിന് മുകളിലായിട്ടില്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം പിസ്തയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബദാം പൊടിച്ച് ചേർത്ത് കൊടുക്കുക, കാഷ്യൂനട്ട്, പിന്നെന്താ കപ്പലണ്ടി ഉണ്ടാവില്ലേ, കടല, ഇല്ലാന്നുണ്ടെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ ഉണ്ടാവില്ലേ, അത് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റാക്കി എടുക്കുക. എങ്ങനെയായാലും സെറ്റാക്കി എടുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പം നമ്മൾ ഗസ്റ്റിനെല്ലാം സെർവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിസ്ത തന്നെ വേണമെന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് വെച്ചിട്ടും നിങ്ങൾക്കിത് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ക്രീം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് എന്തെങ്കിലും നട്ട്സ് പൊടിച്ചിട്ടിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ചുകൂടി ഭംഗിക്ക് വേണ്ടിക്ക് റോസ് പെറ്റൽസ് ഉണ്ടാവില്ലേ, അത് ഇട്ട് കൊടുക്കലാണ്. ഡ്രൈ ആയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതാ ഇതിന് മുകളിൽ നമ്മൾ ഷുഗർ സിറപ്പില്ലേ അതൊഴിച്ചിട്ടാണ് സെർവ് ചെയ്യേണ്ടത്. ഷുഗർ സിറപ്പ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഷെയർ ആക്കിയിട്ടില്ല. കുറച്ച് പഞ്ചസാരയും വെള്ളവും ഏലക്കപ്പൊടിയും പിന്നെന്താ കുറച്ച് ചെറുനാരങ്ങയും കൂടി എടുത്തിട്ട് നല്ലോണം തിളപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ, അതുകൊണ്ട് ഞാൻ ഷെയർ ആക്കിയിട്ടില്ല. ഇനിയിപ്പോൾ ഇതാ ഇതിന് മുകളിൽ കുറച്ചുകൂടി പിസ്ത ഇട്ട് കൊടുത്തിട്ട് പിസ്ത പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ട് ഞാൻ സെർവ് ചെയ്യലാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ആണ്. ഇതിൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ എന്തായാലും കണ്ടോക്കാം.
അപ്പോൾ ഇതാ ഞാൻ നേരത്തെ 3 റെഡിയാക്കിയിട്ടില്ലേ, അത് ഇങ്ങനെയാണ് സെർവ് ചെയ്തേ. ഇതിന് മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക. നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. തണിഞ്ഞ് കഴിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ, ചൂടാറിക്കഴിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ചൂടോട് കഴിക്കുമ്പം ആ ഒരു നമ്മൾ കുനാഫെല്ലാം കഴിക്കൂലേ, കുനാഫയെക്കാട്ടും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണിത്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക. ഉള്ളിൽ എന്താ പറയുക, നല്ല ക്രീമിയും പുറമേ നല്ല ക്രിസ്പിയും ആ ഒരു ഷുഗർ സിറപ്പിലായിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ, അസ്സലാമു അലൈക്കും, ബൈ.